നമ്മളിപ്പോൾ ഷാർജയിലാണ് നിൽക്കുന്നത്, റോളയിലാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് എങ്ങടെയാണ് പോകാനുള്ള ഉദ്ദേശം? ചേട്ടൻ ഉണ്ടെന്ന് കൂടെ അനിമൽ മാർക്കറ്റ് വരെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് നിന്നാൽ നമ്മളതിനെ കാണും. ശരിക്കും നമ്മളിന്ന് ആനിമൽ മാർക്കറ്റ് വരെ പോകുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീനെ മേടിക്കണം. നമ്മുടെ കിട്ടിയ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറേ മീനുകളുണ്ടായിരുന്നു. മീനുകളെല്ലാം ഓരോന്നായിട്ട് ചത്ത് ഇപ്പം ആകെ 3 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയം ഒന്നും കൂടെ ഭംഗിയാക്കാൻ അത് കുറച്ച് മീനുകളെ നമുക്ക് മേടിച്ചിടണം. പിന്നെ അതുപോലെ ഇവിടെ വലിച്ചിട്ട് വാരി കിടക്കുന്ന സാധനമാണ് കറ്റാർവാഴ. പക്ഷെ ഇന്ന് നമുക്ക് കറ്റാർവാഴ കിട്ടിയില്ല. നമുക്ക് ആവശ്യമുണ്ട് കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴയും മേടിക്കണം. അപ്പോൾ എല്ലാത്തിനും കൂടി നമ്മളിന്ന് പോവാണ്. നമ്മൾ നടന്നാണ് പോകണേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. നല്ല കാറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആണ് നമ്മുടെ അവിടെ അപ്പുറം ക്രീക്ക് സൈഡാണ് ഷാർജയുടെ. അപ്പോൾ ആ സൈഡിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാറ്റ്. നല്ലൊരു അടിപൊളി കാറും കിടക്കരുത്. കാറല്ലല്ലോ, കാറല്ല, ലാൻഡ് റോവറിൻ്റെ കാറ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞത് എല്ലാം എനിക്ക് കാറാണ്. അപ്പം നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇനി അധികം ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല. നമ്മൾ ക്രീക്കിൻ്റെ ഈ സൈഡ് കൂടെ അങ്ങോട്ട് നടന്നു പോവാണ്. മെല്ലെ നമ്മൾ നടന്നു പോവാണ്. ഇതാണ് ഷാർജയുടെ ക്രീക്ക്. ഷാർജ ക്രീക്കിന്റെ നമ്മൾ ക്രീക്കിന്റെ സൈഡ് കൂടെ അല്ല പോകുന്നത്, ക്രീക്കിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ നടക്കണേ. നമ്മളിങ്ങനെ അറ്റം തൊട്ടിട്ട് അറ്റം വരെ ഉണ്ട് കേട്ടോ ക്രീക്ക്. അങ്ങോട്ട് കുറെ ഉണ്ട് ക്രീക്ക്. അപ്പൊ നമ്മൾ നടന്ന് ഒരുവിധം എത്തി തുടങ്ങുന്നേ ഉള്ളൂ. പഞ്ച് കിട്ടിയില്ല. ഞാനിത് കൂടെ നടക്കുമ്പോൾ എനിക്ക് പേടിച്ചിട്ട് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. പഞ്ച് പോരാന്ന് പറയണേ. പഞ്ച് കൂട്ടിയിട്ടുണ്ട്. ഇതേപ്പോൾ നമ്മൾ നടന്ന് എത്താറായിട്ടുണ്ട് ഒരുവിധം. റോഡ് ക്രോസ് ചെയ്യുക മെല്ലെ. ഇവിടെ പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിഗ്നൽ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതെ നമ്മൾ ഏകദേശം നടന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ദൂരമൊന്നുമില്ല, 10 അടി ഇവിടുന്ന്. ഞങ്ങളെ സംബന്ധിച്ച് നടക്കുക എന്നുള്ളത് ഒരു വീക്ക്നെസ്സാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ നടന്ന സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ഷവർമ കുച്ചിയൊക്കെ കണ്ടത് കാണാൻ ആൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എങ്കിലും കാണിച്ചു എന്ന് മാത്രം. പിന്നെ മീനിൻ്റെ ചൂണ്ട, കുളത്ത് സംഗതികളെല്ലാം ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് കിട്ടാറ്. ഇവിടുന്ന് തന്നെയാണ് മേടിക്കാറ് കേട്ടോ. അമ്പിളിമാമനെ കാണാനുണ്ടോ? അതെ, മൊബൈൽ ഒന്നും കൂടി കമത്തി വിടൂ. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പാടത്തും വരമ്പത്തും കാണണതാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കണത്. ഇതിനെന്താ പറയുക, നമ്മൾ ഞങ്ങളുടെ അവിടെ ഇതിന് ചുറിയമ്പുഴു എന്നൊക്കെ പറയും. പൂച്ചാലൻ, പുഴു എന്നൊക്കെ പറയും നമ്മുടെ അവിടെ ഈ സാധനത്തിന്. ഇതൊക്കെ ഇവിടെ ഭംഗിക്ക് നട്ടുപിടിപ്പിച്ചേക്കണതാണ്. നമ്മുടെ നാട്ടിൽ പാടത്തും തൊടിയിലും കാണണത് കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി മാറ്റി പിടിക്കും മോനെ. വീഡിയോ എടുക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും എന്താ പറയാ, നമുക്കറിയില്ല ഇതിന്റെ ബുദ്ധിമുട്ട് എന്തോരണ്ടെന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട് എന്തോരണ്ടെന്നുള്ളത്. നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോ പബ്ലിക്കിന്റെ ഇടയിൽ എടുക്കാട്ടോ. ഉള്ളവരെയൊക്കെ സമ്മതിക്കും. എല്ലാ ട്രാവൽ ബ്ലോഗും ചെയ്യുന്നവർക്കൊരു സല്യൂട്ട്. ഒരു മടിയില്ലാതെ പുറമെ ഇറങ്ങി നടന്ന് വർത്താനം പറഞ്ഞ് ക്യാമറയും പിടിച്ച് നടക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ പുറമെ നിൽക്കുന്നവർ വിചാരിക്കും നമുക്ക് എന്താ പ്രാന്താണെന്ന്. എല്ലാവരും ഒരു ജാതി നോട്ടാണ് നമ്മളതിനെ. ഇതിപ്പോ നമ്മുടെ ക്രീക്ക് ഇതേ ഈ സൈഡിനാണ്. ഇപ്പൊ ക്രീക്ക് കഴിഞ്ഞിട്ടില്ല. ക്രീക്ക് അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. നമ്മളിതേ ഇങ്ങോട്ടൊരു വളയാണ്. ഇനി ഈ സൈഡിനാണ് നമ്മുടെ അനിമൽ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, എല്ലാ ഐറ്റംസും ഈ സൈഡിലുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബേർഡ്സ് അനിമൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള കടയിൽ തന്നെയാണ് നമ്മളെപ്പോഴും ഒരുവിധമൊക്കെ മീൻ എടുക്കാറ്. കാണിച്ചു തരാം കേട്ടോ.
വില എന്ന് വെച്ചാൽ 1700 ദിറംസാണ് കേട്ടോ ഈ മീനിൻ്റെ വില. ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ അറുവാൻ. ഈ ഫിഷിൻ്റെ പേരാണ് അറുവാൻ. ഇവിടെ അങ്ങനെയാണ് ഇതിനെ പറയണ കേട്ടോ, അറുവാനാ. അടിപൊളി. 1800 ദിറം. എത്ര പറഞ്ഞു? 1200 ദിറംസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 ദിറംസ് എന്ന് പറയുമ്പോൾ ഒരു 20,000 അടുത്തേക്ക് കൂട്ടിക്കോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ വില എന്താന്ന്. പല മീനുകൾക്ക് പല വിലയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു നല്ല രസമുണ്ടല്ലേ ഈ മീനാണെങ്കിൽ. പേരുകളൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. ഈ മീനെ കാണുമ്പോൾ അറക്കുന്നു എനിക്ക്. ഈ മീൻ പള്ളി പിടിച്ചിരിക്കുക, അത് ചെല്ലുന്ന ഏതാ ആ മീനാ? അത് ചത്തു പോകും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ കണ്ട മീൻ തന്നെയാണ് കേട്ടോ. ഇത് അതിനെക്കാട്ടി വലുത്. അത് 2000 ദിറംസൊക്കെ വരും. അപ്പോൾ ഏകദേശം ഒരു 40,000-40,000 രൂപയുടെ അടുത്തേക്കൊക്കെ വരും. പോണ പോക്ക് കണ്ടത് എനിക്ക് പേടിയാണ് അതിനെ കാണുമ്പോൾ. എന്താ രസമല്ലേ അതിനെ കാണാനായിട്ട്. ഇത് അതിൻ്റെ അടിയിൽ ഇത് തലയിൽ മന്തു വന്ന പോലത്തെ ഒരു മീൻ. അതിൻ്റെ പേരെന്തിട്ടാണോ? എന്ത് രസം നോക്കിയതിനെ. ഇതിലും വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിസ്സാരമാണ്. രണ്ടാമ കുറേ ഉണ്ട്. ഇതേ കിടക്കുന്നു. ഇതെന്താ കൊഞ്ചാ തോന്നുന്നു കേട്ടോ നമ്മുടെ. ഇത് എൻ്റെ ഭാഷയിൽ ഈ മീനിനെ ഞാൻ സ്രാവ് എന്ന് പറയും. പക്ഷെ ഇത് സ്രാവ് എന്നല്ല, വേറെ എനിക്ക് പേരറിയില്ല. ഇതേ കിടക്കും നമ്മുടെ തലയിൽ മന്തുള്ള മീൻ. ഇവിടെ കുറേ ഉണ്ട്. ഇതേ കിടക്കുന്നു തലയിൽ. ജന്തുട്ട് ഇതിൻ്റെ തലയിൽ ബോൾ പോലെ. നമ്മുടെ ആ മീൻ മേടിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് മൊത്തം ആ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ കുറേ പെറ്റ്സ് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ കിളികൾ, പറവകൾ എന്ന് വെച്ചാൽ കിളികൾ തന്നെയല്ല, അതെ പറവകൾ, കിളികൾ, പ്രാക്കൾ എല്ലാം ഉണ്ട്. മയിൽ ഒക്കെ ഉണ്ട്. ഈ കിളികളുടെയൊക്കെ കാക്കുരി സൗണ്ട് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവറ്റേനെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ക്യാമറയിലേക്ക് കിട്ടണില്ല. കാരണം അത് നെറ്റ് മാത്രമല്ല, അതിൻ്റെ മീത് അവർ ചില്ലിട്ടുണ്ട്, ഒരു ചില്ലിൻ്റെ കൂടാ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അവരേനെ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ഫോട്ടോയിലേക്ക്, വീഡിയോയിലേക്ക്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ രാത്രി ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു ക്ലിയർ കുറവും ഉണ്ട്. ഇതൊക്കെ മയിൽ തന്നെയാണ്. ഇത് മയിലൊന്നല്ല കേട്ടോ. ഇത് മയിലാണോ? അല്ലല്ല, അല്ല അതിന്റെ വാല് നോക്കി. മയിൽപ്പീലിട്ടാ കുഞ്ഞ് മയിൽപ്പീലുണ്ട് അതിന്റെ പുറത്ത്. മയിൽ തന്നെയാണ്. കൂടെ പോയി സുഖം കുറേ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതേ നിൽക്കും അതിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാ കോഴിക്കുട്ടികളെ. ഇത് നമ്മുടെ താറാവുകൂട്ടം. എനിക്ക് ഈ താറാവ് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. എൻ്റെ കർത്താവേ, ഇതിനെനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയാം മൊയിൽ. പക്ഷെ ഇതിൻ്റെ മൂത്രത്തിന് ജാതി മണ. അതുകൊണ്ട് നമുക്ക് വീട്ടിലങ്ങനെ കൊണ്ടുവയ്ക്കാനുള്ള എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇത്തിരി അകലം ഉണ്ടാവണം. എനിക്കങ്ങനെ അകത്തിട്ട് ഉരുട്ടണത് ഇഷ്ടമല്ല ഈ മൃഗങ്ങളെ. കണ്ട ഈ താറാക്കുട്ടീനെ കാണുമ്പോൾ കൊടിച്ച് ഞാൻ തോന്നുന്നുണ്ട് ഇതിന്. എന്ത് രസമല്ലേ താറാവ്. ഇവിടുത്തെ ചാത്തൻകോഴി, പെടക്കോഴി. ഇത് തലയിൽ തൊപ്പിയുള്ള കരിങ്കോഴി, തൊപ്പൻ കരിങ്കോഴി. ഞാൻ അതിന് പേരിട്ടു. ഇത് വേറെ കോഴി.
നമ്മുടെ തൊപ്പിക്കിളി അല്ലേ? തൊപ്പിക്കിളി അല്ലേ? എന്തായാലും ഞാൻ അതിന് പേരിട്ടു തൊപ്പിക്കിളി. ഇത് വാലങ്കിളി. ഇത് നമ്മുടെ കത്തരവെട്ടുകിളി അല്ലേ? ഇത് ചേട്ടാ, ഇത് കത്തരവെട്ടുകിളിയാണ്. കത്തരവെട്ടുകിളി പേര് ഞാൻ ഇട്ട് കഴിഞ്ഞു. പേരിടൽ ചടങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അരിപ്രാവ്. അരിപ്രാവല്ല, ഇത് സമാധാനത്തിൻ്റെ പ്രാവ. വെള്ളപ്രാവാണിത്. ഇത് പ്രാവ് തന്നെയാണോ ഇനി? എന്തായാലും എനിക്കിത് പ്രാവാണ്. അപ്പം എന്തിട്ടോ ചേട്ടാ ഇപ്പം കിടക്കണത് തന്നെ? അതിപ്പോൾ ജനിച്ചതോ തോന്നുന്നു. അതെ അതെ, അതിപ്പോൾ ജനിച്ചോ. മേല് തൂലൊന്നുമില്ല. അയ്യോ ജാതിയില്ലേ? അതിപ്പോൾ പ്രസവിച്ചിട്ട് തോന്നുന്നു. അജി മെരിക്കറ ഒരു പൂച്ചയെന്നാട്ടാ പറഞ്ഞേ. ഞാൻ ചോദിച്ചാൽ ഇപ്പം പ്രസവിച്ചിട്ട പട്ടിക്കുട്ടിയെന്ന് ചോദിച്ചത്. നമ്മളിത് ഇത്ര ഏരിയ അവിടുന്ന് നടന്നു വന്നു കേട്ടോ. അത് ഇവിടെയൊക്കെ ഉണ്ട് മീനിൻ്റെ വേറെ കടകൾ. ഇതിങ്ങനെ നീളനെ അങ്ങോട്ടും കെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു വശം ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് മീനിൻ്റെ കടകൾ, കാര്യങ്ങൾ. അതെ, ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫ്രഷ് ചിക്കനൊക്കെ മേടിക്കാറ്. ഇത് എവിടെ ഉണ്ട് വീണ്ടും. ഇതെന്നെ നിറച്ച് ഇതൊക്കെ എടുക്കണ നോക്കിയാൽ നമ്മുടെ ജിംബ്രൂട്ടൻ. ജിംബ്രൂട്ടൻ, മിസ്റ്റർ ജിംബ്രൂട്ടൻ. എന്തൊരു രസം നോക്കിയാൽ എൻ്റെ മുഖവും കണ്ണുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ തക്കണണ്ടാ. ജിംബ്രൂട്ടൻ വായൊക്കെ പുറത്തൊക്കെ കിടക്കണേ. ഈ കള്ളക്കോഴീനെ നോക്കി കാലുമ്പോൾ മൊത്തം തൂലതിൻ്റെ. എന്ത് വണ്ണ. ഇതാണ് ഫ്രഷ് ചിക്കൻ കിട്ടും നമുക്ക് അവിടെ. ഫ്രഷ് ചിക്കൻ, പിന്നെ അതുപോലെ മുയൽ, അതായത് നമ്മുടെ റാബിറ്റ്, പിന്നെ എന്ത് താറാവിനൊക്കെ കിട്ടും കേട്ടോ അവിടെ. ആ സൈഡിൽ എല്ലാ തരം സാധനങ്ങളും കിട്ടും അവിടെ. ഞങ്ങളിത് ആദ്യത്തെ കടയിൽ നിന്ന് മേടിക്കാറില്ല. പിന്നെ വെള്ളിയാഴ്ച നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കക്കും കറലും, അതിനെയല്ലേ പറയൂ ചേട്ടാ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. കക്കും കറല് അതൊക്കെ കിട്ടും കേട്ടോ. ഈ ഫസ്റ്റ് ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ മേടിക്കാൻ കയറി വരുമ്പോഴുള്ളത്. അങ്ങനെ എന്തായി, നമ്മൾ മീൻ മേടിച്ചാണോ? ഇതിലുണ്ട് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഇനിയിപ്പോൾ ദേ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ആ സൈഡിൽ കൂടെ കയറിയിട്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നമ്മുടെ ബ്യൂട്ടി പാർലറിലോട്ട് പോവുകയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നമ്മുടെ ബ്യൂട്ടി പാർലർ. ഇതാണ് നമ്മുടെ പട്ടിക്കുട്ടിയുടെയും പൂച്ചക്കുട്ടിയുടെയും ഒക്കെ ബ്യൂട്ടി പാർലറുകളുണ്ട് ഇവിടെ മൊത്തം ഈ ഏരിയയിൽ. എന്തായാലേ അവർക്ക് സെപ്പറേറ്റ് ടർക്കി. എൻ്റെ കർത്താവെ, കാണാൻ മാത്രമുണ്ട്. അവിടെ ചിലവരൊക്കെ ഇരിക്കണം കാണണം. ഈ പൊത്തൂടെ നമുക്ക് കാണാൻ പറ്റും. മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരമണികളായിട്ട് ഇരിക്കുന്നുണ്ടാവും പട്ടിക്കുട്ടികൾ. ഇത് പക്ഷികളുടെ കൂട് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ മൊത്തം. ആ അത് ശരിയാണല്ലോ അല്ലേ, ബാക്ക് ക്യാമറ ഓൺ ആക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു ഏരിയ മൊത്തം ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇതൊക്കെ ക്ലിനിക്കുകളാണ് പട്ടിക്കുട്ടിയുടെയും പൂച്ചക്കുട്ടിയുടെയും. ആശുപത്രി, അവരുടെ ബ്യൂട്ടി പാർലർ. ആശുപത്രി അല്ലാന്ന് പറയാൻ പറ്റില്ല, അവരുടെ ബ്യൂട്ടി പാർലറാണ് അതൊക്കെ. കണ്ടില്ലേ, മൊത്തം പെറ്റ് സലൂണാണ് ഇതൊക്കെ. അടിപൊളിയായിട്ട് ഇതാൾക്കാരുടെ തീറ്റകളൊക്കെയാണ് കേട്ടോ ഇരിക്കണത്. ഒരു പിടിപാടി എടുക്കായിരുന്നു ചോട്ടോ. അതിനുള്ളിൽ മൊത്തം മറ്റേ എന്താ പറയാ, കപ്പലണ്ടി, പിന്നെ നമ്മുടെ മത്തക്കുരിയൊക്കെയാ. നമുക്ക് തിന്നൂടെ? കിളിക്ക് മാത്രം അതിനാൻ പറ്റുള്ളൂ. ഒരു നേരം പോലെ വഴിച്ചെലവായിരുന്നു. നമ്മൾ അപ്പുറത്തേക്ക് കടക്കാണ് ചെടികളുടെ സെക്ഷനിലേക്ക്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നിസ്കാരത്തിൻ്റെ സമയമാണ്. അപ്പം ഞാൻ അധികം വർത്താനം പറയണില്ല കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഏരിയ മൊത്തം ഇങ്ങനെ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കറ്റാർവാഴയുടെ ലീഫ് മുറിച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെയുള്ള കടകൾ ഈ അറ്റം തൊട്ടിട്ട് അറ്റം വരെ ഉണ്ട്. കുറേ ഉണ്ട് ഇങ്ങനത്തെ കടകൾ. കണ്ടില്ലേ, ഇങ്ങനത്തെ സെറാമിക്കിൻ്റെ പൂച്ചട്ടി, പിന്നെ അതുപോലെ മണ്ണിൻ്റെ കിട്ടും ഇങ്ങനത്തെ പൂച്ചട്ടികൾ. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ 5-10 രൂപയ്ക്കുള്ളൂ. ഇതിന് 10-12 അങ്ങോട്ടേ ഉള്ളൂ ഈ സെറാമിക്കിൻ്റെ. പിന്നെ അതുപോലെ ഓമ, കറിവേപ്പില, എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇതിനുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. മണ്ണ് ഒക്കെ ഞങ്ങളെല്ലാ സാധനങ്ങളും ഇവിടുന്ന് മേടിക്കാറ്. പിന്നെ ഇത് നല്ല നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തണവ് തുടങ്ങാറായല്ലോ, അപ്പോൾ നമുക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും 2 വലിയ ഇള വേണമായിരുന്നു. വീട്ടിലുള്ള കറ്റാർവാഴ അങ്ങനെ വലിയ ഇളമായിട്ട് മുറിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്ത് വന്നിട്ട് 2 ഇള മേടിച്ചതാണ്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ കുറച്ച് മീൻ മേടിക്കാനും. പിന്നെ രാത്രി ആയതുകൊണ്ടുള്ള ക്ലിയർ കുറവുണ്ട്, ക്ഷമിച്ചോളൂ കേട്ടോ. ഞാൻ അടുത്തത് നല്ലൊരു അടിപൊളി വീഡിയോ ആക്കാം നമുക്ക്, വ്ളോഗ്. അപ്പം നമ്മളിതേ ഒറ്റയടിക്ക് അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ടാ. കാരണം എന്താ വെച്ചാൽ അവിടെ മൊത്തം ലൈറ്റ് ഇല്ല, പിന്നെ ഇരുട്ടാണ്. പിന്നെ ഞങ്ങളുടെ 2 പേരെ കയ്യിൽ സാധനങ്ങളായപ്പോഴേ. അപ്പോൾ ഇതേ നമ്മൾ അവിടുന്ന് കറ്റാർവാഴ ഞാൻ അവിടെ മുറിക്കാൻ കാണിച്ചില്ലേ, പിന്നെ അത് മേടിച്ചു.
പിന്നെ ഈ ഒരു ചട്ടിയിൽ ഇതിങ്ങനെ ഒരു ചട്ടി നല്ല ഭംഗിയുള്ള ഒരു ചട്ടി കേട്ടോ സെറാമിക്കിൻ്റെ. അതിൽ അവരെന്നെ സെറ്റ് ചെയ്ത് തന്നു നമുക്ക്. നമ്മുടെ അവിടെ ഇതിനെ നാഗപടം സർപ്പഗന്ധി എന്നൊക്കെ പറയും, ഞാൻ പല സൈഡിൽ പലതാവും. അപ്പോൾ ഇതിങ്ങനെ മേടിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ അവരെന്നെ നിറച്ച് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് തന്നു. ഞങ്ങൾക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചു. നമ്മൾ മീൻ മേടിച്ചത് ഇത് എത്ര മേടിച്ചിട്ടുള്ളൂ. നമ്മളവിടെ നല്ല നല്ല മീനോളതിനൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ അധികം ആ മീനോളം നമ്മൾ മേടിച്ചില്ല കേട്ടോ, അത്രേ മേടിച്ചുള്ളൂ. കാരണം എൻ്റെ ചേച്ചി അവിടെ അടിയിലുണ്ട്, 2 പേരുണ്ട്. ഞാനത് വലിയ മീൻ 2 ഉണ്ട്, പിന്നെ ഒക്കെ ചെറുതാ മേടിച്ചത്. ഒക്കെ ചത്തു പോവുക, മേടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൂടെ പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ മീൻ മേടിക്കാൻ. അല്ലെങ്കിൽ ചേട്ടൻ പണി പറ്റിക്കും. ഒക്കെ നല്ല നല്ല മീനോളം മേടിച്ചു പറഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഒക്കെ ചത്തു വന്നു കണ്ടാ. അപ്പോൾ ഇതേ മേടിച്ചുള്ളൂ. ഈ സാധനങ്ങൾ കുറേ നാൾ ഈട് നിൽക്കാറുണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായി പല വർണ്ണമുള്ളത് കാണാനായിട്ട്. അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഒരു സാധനം കൂടി മേടിച്ചു. നമ്മളിതേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിങ്ങനെ ഭിത്തിമ വയ്ക്കണ അക്കോറിയാണ് കേട്ടോ. കണ്ട ഇതിന് വേറെ എന്തോ പേരെന്ന് പറയാം, അക്കോറി എന്നൊന്നല്ല പറയാം, വേറെ എന്തോ നെയിമാണ്. കണ്ട ഇങ്ങനെ വെക്കണത്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇടാനായിട്ട് ഒരു ചെടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ മീനെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇതിൽ നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാട്ടോ ഇത്. 10-15 ദിറംസേ ആയുള്ളൂ. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കണം. എന്താ ഇതിങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് വീട്ടിലൊക്കെ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം നമ്മുടെ ബഡ്ജറ്റ് ഇതാകുമ്പോൾ കൂടുതൽ മേടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു. ഇനി വീഡിയോ ഒന്നും ഇല്ല, ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ വെച്ചിട്ട് ഭയങ്കര ഇരുട്ടായി. നമുക്കിത് കാണിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കാക്കറ കൂക്കറ പോലെ കാണുകയില്ല. അപ്പോൾ ഞാൻ പണി അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ 1-2 പിക്ചേഴ്സൊക്കെ ഇടാട്ടോ പറ്റുകയാണെങ്കിൽ. അപ്പോൾ വിജയചേട്ടൻ ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ചെറിയ അക്കോറിയാണ്, വലിയ അക്കോറിയൊന്നുമല്ല. അത് മുതലാവില്ല ശരിക്കും സത്യത്തിൽ ഈ അക്കോറി എന്ന് പറഞ്ഞ പണി. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എന്തായാലും കുക്കിംഗ് വീഡിയോ അടുത്തത് എന്തായാലും പേടിക്കേണ്ട. വ്യത്യസ്തമായ ഈസി റൈസുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത് മൊത്തം ഒരു ഇതൊക്കെ. അതുപോലെ ചപ്പാത്തിക്കും ചോറിനുള്ള കറികളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.